GVB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കേരളപ്പിറവി ദിനാശംസകളും കൂടി ഞാൻ നേരുന്നു. നമ്മൾ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമിസ്ട്രിയുടെ വീഡിയോകളാണ്. പാമിസ്ട്രി, ഹസ്തരേഖ, അസ്ട്രോളജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും ഒരു പ്രത്യേകതരം രേഖകളൊക്കെയാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം കുറേ അറിവുകളും കൂടി നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇമേജ് നമുക്ക് കണ്ടുവച്ച് തിരിച്ചു വരാം. ഒരു ഇമേജ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇമേജിൽ ഞാൻ കാണിക്കുന്ന ഇതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ എന്ന് പറയും, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ എന്ന് പറയും, ഈ കാണുന്നത് നമ്മുടെ ആരോഗ്യരേഖ അല്ലെങ്കിൽ ഹൃദയരേഖ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഈ ചിഹ്നം വന്നിരിക്കുന്നത് നോക്കൂ, കണ്ടോ? ഒരു നാഴികമണിയുടെ ചിഹ്നം. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും, അതായത് ആരോഗ്യരേഖയ്ക്കും ശിരോരേഖയ്ക്കും ഇടയിൽ ഒരു എക്സ് ആണെന്ന് നമ്മൾ കരുതും. സാധാരണ ഇവിടെ ഇങ്ങനെ യോജിച്ചൊരു എക്സ് വിടാറുണ്ട്. പക്ഷേ ഈ എക്സിനോടനുബന്ധിച്ച് ചിലപ്പോൾ എക്സ് ഇച്ചിരി വിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെയല്ലാതെ ഈ എക്സുകൾ രണ്ടെണ്ണം ഇവിടെ യോജിക്കുകയും ഇവിടെ യോജിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഈ ഭാഗം ഇച്ചിരി കൂടി കട്ടിയിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു നാഴികമണിയുടെ രൂപം അവിടെ നമുക്ക് കാണപ്പെടും. ഇങ്ങനെ വരുന്നതിനെ ഇൻഫിനിറ്റി സൈൻ എന്നും അനന്തരേഖ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ അനന്തരേഖ എന്ന് പറയാം. അനന്തരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അനന്തമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്തതെന്നാണ് അർത്ഥം. മനസ്സിലായോ? അനന്തമായതെന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്തത്. അപ്പോൾ അന്ത്യമില്ലാത്ത രീതിയിലുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഏതു കാര്യത്തിലും. അതാണ് അനന്തരേഖ എന്നറിയപ്പെടുന്നത്, ഇൻഫിനിറ്റി ലൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. വേറെ ഒരുപാട് പേരുകളൊക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അനന്തരേഖ എന്ന് പറയാം. ഇപ്പോൾ ഈ അനന്തരേഖ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു നാഴികമണി പോലെ നമ്മുടെ ഹൃദയരേഖയും ശിരോരേഖയും ഇടയിലായിട്ട് വന്നിങ്ങനെ നിൽക്കും. അറിയാമല്ലോ, പണ്ടത്തെ ഈ നാഴികമണി എന്ന് പറഞ്ഞാൽ ഇതിപ്പം മണൽ ഘടികാരമൊക്കെ ഉപയോഗിക്കും, നമുക്കത് വേണേൽ കൂട്ടാം. നാഴികമണിയുടെ സിമ്പൽ ഇതല്ല, അതൊരു ക്ലോക്ക് പോലെ ഇരിക്കും. പക്ഷേ ഇത് മണൽ ഘടികാരം നമുക്കറിയാമല്ലോ, ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുന്നത് ആ രീതിയിൽ. അപ്പോൾ അതൊരു ടൈം തെളിഞ്ഞു, ആ വ്യക്തിയുടെ ടൈം തെളിഞ്ഞു എന്നുള്ള ഒരു ചിഹ്നമാണ് വരുന്നത്. സമയം തെളിഞ്ഞു. അപ്പം ഒരു ഇതിന് അന്ത്യമില്ലല്ലോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ മണൽ ഘടികാരം വെക്കുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഈ മണൽ ഘടികാരം പോലുള്ള ഒരു ചിഹ്നം, അനന്തരേഖ എന്ന് പറയുന്ന ഒരു ചിഹ്നം, ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ജോലിയുടെ അവസരങ്ങളായിരിക്കാം ഒരുപാട് വരിക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അവസരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായി രക്ഷപ്പെടുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് അവസരങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ രേഖ സൂചിപ്പിക്കുന്നത്. ഇത്തരം ഒരു രേഖ ഒരാളുടെ കൈരേഖ വരികയാണെങ്കിൽ, അസ്ത്രത്തിൽ വരികയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം ഭാഗ്യവാനായിരിക്കും. കാരണം വെച്ചാൽ ഇയാൾക്ക് ഭാഗ്യരേഖ പോലും വേണമെന്നില്ല. കാരണം ഇയാളുടെ ജീവിതത്തിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിലും പണത്തിൻ്റെ രൂപത്തിലും വാഹനത്തിൻ്റെ രൂപത്തിലും ഏത് രൂപത്തിലും അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ അവസരങ്ങളൊക്കെ ആ വ്യക്തി ഉപയോഗിക്കുകയും ചെയ്യും. ഇനി ആ വ്യക്തിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നാൽ കൂടി അത് ആരുടെയും നിർബന്ധം കാരണം ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരം ഒരു രേഖയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് കരുതിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി, ഇഷ്ടമില്ലാത്തൊരു ബിസിനസ് ചെയ്യാൻ പലർക്കും താല്പര്യങ്ങളുള്ളവരുണ്ട്, താല്പര്യം ഇല്ലാത്തവരുണ്ട്. ബിസിനസ് എന്തിനോ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു തൽക്കാലത്തേക്ക് വേറെ ജോലികൾ അറിയത്തില്ല, ബിസിനസ് പെട്ടുപോയി, അതിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു രേഖയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ പോലും അതിന് ബാഹ്യമുള്ളതാണെങ്കിൽ, മോശമായ കാര്യമല്ല, ബാഹ്യമുള്ളതാണെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അയാൾ നിർബന്ധനാവും, അയാൾക്ക് അതിൻ്റെ ലാഭവും കിട്ടും. അങ്ങനെ വരെ അനന്തമായ ഒരു അവസരങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് വളരെ ഈ വ്യക്തി ഉയരുന്ന സമയം ഒരു 46, 45, 40, 35 അങ്ങനെയുള്ള താഴോട്ട് വരുന്ന ഏത് പീരീഡിലും ഈ ഒരു രേഖ വരുന്ന ഏത് കാലഘട്ടത്തിലും ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് വരും. ഇനി മറ്റൊരു രേഖ കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് മറ്റൊരു രേഖയാണ്. ഈ രേഖയിൽ എന്താണ് പ്രത്യേകത? ഫോക്കസ് ഔട്ടാകുന്നുണ്ടെന്ന് ക്ഷമിക്കുക, ഫോക്കസ് ഔട്ടായിരുന്നു എന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഈ രേഖയിലെ പ്രത്യേകത നോക്കൂ. ഒരു ചിഹ്നം, ഈ അക്ഷരം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഫഡാണ് ഓർമ്മ വരിക, മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ബുദ്ധിരേഖയിൽ നിന്ന് ഒരു മാർക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഹൃദയരേഖയെ മുട്ടി. ഇത് കാണുമ്പോൾ നമുക്ക് പദ്ധതി ഇഫഡാണ് ഓർമ്മ വരുന്നെങ്കിലും ഇത് ശരിക്കും ഇഫഡല്ല. ഇതിൻ്റെ പേര് വേറെയാണ്. അത് ഏത് അക്ഷരം എന്നുള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ തിരിച്ച് കാണിക്കാം. നോക്കൂ,
ഇപ്പം നിങ്ങൾ കാണുന്ന ആ വാക്ക് ഇഫഡാണോ? അല്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഇംഗ്ലീഷ് ലെറ്റർ എൻ ആണ്. എൻ. നമ്മുടെ കൈകളിൽ വരുന്ന ചിഹ്നങ്ങൾ ഏതെല്ലാമാണ്? നക്ഷത്രം, സ്റ്റാർ, അതുപോലെ എം അടയാളം, ഇംഗ്ലീഷ് ലെറ്റർ എം വരും. ട്രയാങ്കിൾ, ത്രികോണം ചിഹ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ കൈകളിലേക്ക് ശൂലത്തിൻ്റെ ചിഹ്നം വരും, ശംഖിൻ്റെ അടയാളം വരും, താമരയുടെ അടയാളം വരും. അതുപോലെ പ്രത്യേകതരം വരകൾ. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ലെറ്റർ ആണല്ലോ എക്സ്, അല്ലെ ഗുണന ചിഹ്നം എന്ന് നമ്മൾ പറയുന്നത്. ക്രോസ് എന്ന് പറയാം. ക്രോസ് എന്ന് പറഞ്ഞാൽ കുരിശാണ്. കുരിശടയാളവും വരും. അപ്പോൾ അതൊക്കെ ഒരു ഇംഗ്ലീഷ് ലെറ്ററുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നത് എന്നാണ്. സത്യത്തിൽ കൈ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ചിഹ്നം ഇങ്ങനെ കണ്ടെങ്കിൽ പോലും, നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ഇഫഡായിട്ട് കൂട്ടും. ഇത് ഇഫഡ് അല്ല, ഇതിൻ്റെ പേരാണ് എൻ, ഇംഗ്ലീഷ് ലെറ്റർ എൻ. അപ്പോൾ കയ്യിൽ എൻ വന്നാൽ എന്താണ് ഗുണം? ആ വ്യക്തിക്ക് 30, 35, 36, 40 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ തന്നെ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായി ഉയർച്ച, വളരെയധികം ഭാഗ്യങ്ങൾ, വാഹന ഉപയോഗ സൗകര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നുള്ളതിൻ്റെ തെളിവിനുള്ള വലിയൊരു ചിഹ്നമാണ്. ഇത്തരം ചിഹ്നങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല. പക്ഷേ പല ആളുകളുടെ നിങ്ങൾ കൈകളിൽ നോക്കിയാണെങ്കിൽ പലപ്പോഴും ഇത്തരം ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലും ഉണ്ടാവും. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒറ്റ ദിവസം കൊണ്ടായിരിക്കും മാറി മറിയുന്നത്. കാരണം ഇത്തരം രേഖകൾ വരുമ്പോൾ നമ്മളെ കഷ്ടപ്പാടി നിൽക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക. ഒരു നിമിഷം കൊണ്ട് പണക്കാരായവരൊക്കെ നമുക്കറിയാം. എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയാം. ഇങ്ങനെ വന്നു, എങ്ങനെയാണ്? മുമ്പ് കണ്ട ആളല്ല, മുമ്പ് കണ്ട ആളുടെ സ്വഭാവമല്ല, ഇങ്ങനെ മാറ്റം വന്നു എന്ന് വരുന്നതിനൊക്കെ തെളിവുകളായ 2 രേഖകളാണ് ആദ്യം ഞാൻ കാണിച്ച സംഭവം. ഏതാണ്? ഞാൻ ആദ്യം കാണിച്ച അനന്തരേഖ, രണ്ടാമത് കാണിക്കുന്ന ഈ എൻ എന്ന് പറയുന്ന ചിഹ്നം. ഇഫഡ് എന്ന് പറയുന്ന ഒരു ചിഹ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നിനെ തിരിച്ച് കാണിച്ചത്, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ചിഹ്നങ്ങളൊക്കെ. ചിലപ്പോൾ നിങ്ങളുടെ ഹാൻഡിലുണ്ടാകും, നിങ്ങളുടെ ബന്ധുക്കളുടെ ഹാൻഡിലുണ്ടാകും, വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ഭാര്യയുടെ മക്കളുടെ കയ്യിലാണ്, പേരൻസിൻ്റെ കയ്യിലാണ്, അതുപോലെ ആരുടെ കൈ വേണമെങ്കിലും, നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ആളുകളുടെ കയ്യിൽ, സ്ത്രീയുടെ കയ്യിൽ, പുരുഷൻ്റെ കയ്യിൽ, ആരുടെ കയ്യിലും വേണമെങ്കിൽ ഈ ചിഹ്നങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ഹാൻഡ് നോക്കേണ്ടത്? നിയമം നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? മറക്കരുത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് വലത് കൈ, മനസ്സിലാക്കുക, സ്ത്രീകൾക്ക് ഇടത് കൈ, അത് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഒരു സ്ത്രീ ഒരാളുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ പുരുഷനാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റുള്ള പുരുഷൻ്റെ വലത് കൈയിലേക്ക് നോക്കുക. പുരുഷനാണ് സ്ത്രീയുടെ കൈ നോക്കുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക. 2 സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ ഒരു സ്ത്രീ നോക്കേണ്ടത് ഇടത് കൈയിലേക്കാണ്. മറ്റേ സ്ത്രീയുടെ സ്വന്തം കൈയുടെ കാര്യത്തിൽ വരുമ്പോഴും സ്വന്തമായി നോക്കേണ്ടത് ഇടത് കൈയിലാണ്. പുരുഷൻ സ്വന്തമായി നോക്കുമ്പോഴും വലത് കൈയിലേക്കാണ് നോക്കേണ്ടത് അവനുണ്ട്. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിലിരിക്കുമ്പോൾ അവരുടെ ഇടത് കൈകൾ നോക്കുക, പുരുഷന്മാർ തമ്മിലാണെങ്കിൽ അവർ വലത് കൈയിൽ നോക്കുക. മനസ്സിലാക്കുക, അതാണ് നിയമം. കാരണം എപ്പോഴും നമ്മുടെ ഇടത് കൈയും വലത് കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. പല രേഖകളും ഭാഗ്യരേഖകളും നമുക്ക് ചിലപ്പോൾ പുരുഷന്മാർക്ക് ഇടത് കൈ കിടക്കും, നമുക്കതിൻ്റെ യാതൊരുവിധ യോഗങ്ങളും ജീവിതത്തിൽ ലഭിക്കുകയില്ല. സ്ത്രീകൾക്ക് വലത് കൈയിലായിരിക്കും കിടക്കുക, അതിൻ്റെ യാതൊരു യോഗങ്ങളും അവർക്കും ലഭിക്കുകയില്ല. പല യോഗങ്ങളും ഇപ്പം ചിഹ്നങ്ങൾ, ഇപ്പം ഞാൻ കാണിച്ച ഈ അനന്തരേഖ, ഇൻഫിനിറ്റി, അതുപോലെ തന്നെ ഈ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു എന്നുള്ള അടയാളം, ത്രികോണം, അതുപോലെ തന്നെ നക്ഷത്ര ചിഹ്നം, ശംഖ്, താമര, കൊടിയടയാളമൊക്കെ വരും. ചിലർക്ക് മത്സ്യചിഹ്നം വരും, അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഹാൻഡിലാണെന്നനുസരിച്ച് അതിന് ഗുണം ലഭിക്കത്തുള്ളൂ. ഹാൻഡിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വ്യക്തിയാണ്, പുരുഷനാണോ സ്ത്രീയാണോ, അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ഏത് കൈയിലാണ് അതനുസരിച്ചിട്ടുള്ളതാണ്. അവർക്ക് ഏത് കൈയാണോ ഹസ്തരേഖ പ്രകാരം പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യം, അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരച്ചിട്ടുള്ള ഫലങ്ങളെ ജീവിതത്തിൽ വരും. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ദോഷങ്ങൾ മാറാനുള്ള പരിഹാര കർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ജ്യോതിഷപരമായ ചില കാര്യങ്ങൾ, ഗ്രഹദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട് വിട്ട് മാറുമ്പോഴായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ ആളുകളുടെ ചിലപ്പോൾ ഒരു നിയന്ത്രണത്തിൽ നമ്മൾ മാറിക്കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ രേഖകൾ അനുസരിച്ച് ചിലർക്ക് മാറിക്കണം. ചിലർക്ക് വിവാഹം കഴിച്ച ശേഷമായിരിക്കും ഭാഗ്യരേഖകൾ വരിക. ഇത്തരം രേഖകൾ നമുക്ക് ഭാഗ്യരേഖകൾ എന്ന് പറയും. ഭാഗ്യരേഖ എന്ന് പറയുന്ന ഒറ്റ ലൈനിനെ മാത്രമായിട്ടല്ല നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഭാഗ്യരേഖകൾ ഇല്ലാത്തവരുണ്ട്, ആയുർരേഖ ഇല്ലാത്തവരുണ്ട്, ഹൃദയരേഖ ഇല്ലാത്തവരുണ്ട്, ബുദ്ധിരേഖ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവർ ബുദ്ധി ഇല്ലാത്തവരല്ല. പല ആളുകളുടെ കയ്യിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവിടെ തെളിഞ്ഞ് കിടക്കുകയാണ്, വെളുത്തിരിക്കും, വെറുതെ ഒരു രേഖ പോലും കാണാത്ത ആൾക്കാരുണ്ട്, വളരെ പൊട്ടി ചിന്നിച്ചെതറി. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചുറ്റപ്പാടുകൾ നോക്കുമ്പോൾ അവർക്ക് വാഹനമുണ്ടാകും, സാമ്പത്തികമുണ്ടാകും, ഒരു പക്ഷേ വിവാഹിതരല്ല, വിവാഹം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുണ്ടാകും, അവർക്ക് ഒന്നും ആരോഗ്യ പ്രശ്നമില്ല, അയാൾക്കും ആരോഗ്യ പ്രശ്നമില്ല. എങ്കിൽ പക്ഷേ വളരെ നല്ല കടുപ്പത്തിലുള്ള ഹൃദയരേഖയുള്ളവരെ എനിക്കറിയാം. പക്ഷെ അവർ ശാരീരികമായി ആരോഗ്യ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വിധിയുടെ വിളയാട്ടമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കുക, ഹൃദയരേഖ, ആയുർരേഖ, ഭാഗ്യരേഖ ഇവയെല്ലാം ഉച്ചസ്ഥായി നിന്നിട്ടും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജ്യോതിഷപരമായ ചില
നമുക്ക് വന്നിട്ട് ഗ്രഹനിലയിൽ വന്ന ദോഷമോ മറ്റുള്ളവരുടെ ചില പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ഗ്രഹനിലയിൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടോ നമ്മൾ ചിലപ്പം വിഷമതകൾ അനുഭവിക്കാം. മത്സ്യചിഹ്നമുള്ളവരെ എനിക്കറിയാം, മത്സ്യചിഹ്നം, അതുപോലെ തന്നെ നക്ഷത്രചിഹ്നം, അതുപോലെ തന്നെ അത്ഭുത ശക്തി നൽകുന്ന എന്താണ് ഞാൻ പറഞ്ഞു, ഒരു എക്സ് ചിഹ്നം, ഒരു ഗുണന ചിഹ്നം, അതുപോലെ തന്നെ ചൂണ്ടുവിരലിന് താഴെ ആജ്ഞാശക്തി നൽകുന്ന നക്ഷത്രം, അതുപോലെ തന്നെ അതിനടുത്തൊരു ഏണി, അതുപോലെ തന്നെ പിന്നീട് എമ്മടയാളം, എന്നടയാളം, ഈ പറഞ്ഞ ഇൻഫിനിറ്റി ലൈന്, അതുപോലെ തന്നെ വിദേശവാസ യോഗത്തിനുള്ള മുഴുവൻ വിദേശരേഖകൾ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളും കൂടി ഒന്നിച്ച് കൈകളിൽ തെളിഞ്ഞ ആളുകളെ എനിക്കറിയാം. പക്ഷേ അവരൊന്നും ചിലപ്പോൾ ആ ജീവിതത്തിൽ ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ ആ വ്യക്തി പോകേണ്ടതായ ചില സ്ഥിതിവിശേഷങ്ങൾ വരും. അത് ചില സമയങ്ങളിൽ നമ്മുടെ എപ്പോഴാണെന്ന് വെച്ചാൽ ഭാഗ്യങ്ങൾ നമുക്ക് തേടി വരും. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ കാര്യതടസ്സങ്ങൾ എങ്ങനെയാണ് ചിലർക്ക് വരിക? കാര്യതടസ്സങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ചേരാത്ത പ്രതികൂല നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ചില ആളുകളുടെ അനുഭവ വിശേഷങ്ങൾ എങ്ങനെ വരുന്നത് വെച്ചാൽ ചേരാവുന്ന നക്ഷത്രങ്ങളായിരിക്കാം, ഒരു കുടുംബത്തിൽ ചേരാവുന്ന നക്ഷത്രങ്ങൾ തന്നെയായിരിക്കാം. പക്ഷേ എങ്കിലും വാക്കുതർക്കം, പ്രശ്നങ്ങൾ, വഴക്കുകൾ, നമ്മളെ ചതികളിൽപ്പെടുത്തുക, ചിലർക്ക് സ്വയം ജീവിതത്തിൽ ആർജിച്ചു വന്ന സ്വഭാവം. രണ്ടാമത് ചിലപ്പോൾ അസൂയ, അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ ചിലർക്ക് കിട്ടുന്നതിലുള്ള ചില ദേഷ്യങ്ങൾ, വിരോധങ്ങൾ തുടങ്ങിയവയെല്ലാം വന്നിട്ട് മനസ്സിൽ സംഘർഷങ്ങൾ പല രീതിയിൽ വരുമ്പോഴാണ് ചില ആളുകൾ ചിലരെ ഉപദ്രവിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ചുറ്റും കാണുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും എവിടെയും കലഹവും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? വളരെ സ്നേഹത്തോടെ രാവിലത്തെ ദിവസം കഴിഞ്ഞ ശേഷം ഉച്ച കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് കലഹങ്ങളും പ്രശ്നങ്ങളും വരുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ വേലിയേറ്റം വേലിയിറക്കം ചന്ദ്രൻ ആകർഷിക്കുന്ന പോലെ തന്നെ ഭൂമിയിലേക്ക് മറ്റ് ഗ്രഹങ്ങൾ ആകർഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ആകാശത്ത് 27 നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങൾക്കും തമ്മിൽ ആകർഷണ ശക്തിയുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിൽ ആകർഷണ ശക്തിയുണ്ട്. സൂര്യൻ എത്ര കിലോമീറ്റർ അകലെയാണെങ്കിലും ആകർഷണ ശക്തി കിടക്കുന്നതനുസരിച്ച് സൂര്യൻ്റെ ശക്തി കൊണ്ട് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും ചുട്ടുപൊള്ളുന്ന അവസ്ഥയുണ്ടെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളുടെ കാന്തിക ശക്തി ഭൂമിയിലേക്ക് വരുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിനും മനുഷ്യൻ്റെ സ്വഭാവത്തിനും വ്യത്യാസങ്ങൾ വരും. ചന്ദ്രൻ എന്ന് പറയുന്നൊരു ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ അതൊരു മറ്റൊരു സ്ഥലമാണ്. ആ ഒരു ഭൂമിയിലെ വെള്ളം കടലിനെ മുഴുവനായി ഉയർത്താനായിട്ട് ചന്ദ്രന് ശക്തിയുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും വരുന്നു. ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്, വാർത്തകൾ കേൾക്കുന്ന വാക്കുകളാണ് വേലിയേറ്റവും വേലിയിറക്കവും. കടൽ കയറി വരുന്നു, കടൽ പ്രതിഭാസം, കള്ളക്കടൽ പ്രതിഭാസം പോലുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ കേൾക്കും. ഇതിന് കാരണം എന്താണ്? ആകർഷണങ്ങൾ. എന്തുകൊണ്ടാണ്? മറ്റ് ആകാശഗോളങ്ങൾ ആകർഷിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ മനുഷ്യനെയും നിയന്ത്രിക്കുന്ന ആകാശഗോളങ്ങളുണ്ട്. കാരണം ഇവയെല്ലാം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞു. ഇതിനെല്ലാം മറ്റു പേരുകളുണ്ട്, ഇംഗ്ലീഷ് പേരുകൾ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോളങ്ങൾ മനുഷ്യനെ സ്വാധീനിച്ച് അത് വരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മാനസിക നില, വ്യാപാരങ്ങൾ, മാനസിക ചിന്തകളെല്ലാം മാറി മറിയുകയും വാക്കുതർക്കങ്ങളുണ്ടാവുകയും പ്രശ്നങ്ങളുണ്ടാവുകയും ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞിരുന്നു, പൊരുത്തമില്ലാത്ത ദിവസങ്ങൾ, പൊരുത്തമുള്ള ദിവസങ്ങൾ, പൊരുത്തമില്ലാത്ത നക്ഷത്രം വരുന്ന ദിവസം ശുഭമല്ല. അന്നത്തെ ദിവസം അപമാനം, കുത്തുവാക്ക്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും, അതായത് പൊരുത്തമുള്ള ആളാണ്, ഇപ്പം ഭാര്യയും ഭർത്താവും പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു, പക്ഷേ ഭയങ്കരം ബഹളം, പിണങ്ങിപ്പെരിഞ്ഞ് ചിലപ്പം ഭാര്യ വീട്ടിൽ പോയി നിൽക്കും, ഭർത്താവ് വേറെ വഴിക്ക് പോയി നിൽക്കും. നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും വരും. പിന്നെ ചില ആളുകൾ നമ്മുടെ ദോഷത്തെ, നമ്മുടെ നാശത്തെ കരുതി ചില പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. പ്രയോഗങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നശിച്ചു പോകും. അത് നമുക്ക് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ആങ്ങളെ മരിച്ചാലും സാരമില്ല, നാത്തുവിൻ്റെ കണ്ണിലെ കണ്ണീര് വേണ്ടാൽ മതി എന്ന് പറയുന്നത് നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ചില വ്യക്തി വൈരാഗ്യങ്ങൾ, വിദ്വേഷ പ്രയോഗങ്ങൾ, അസൂയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ജീവിതത്തിലെ ആളുകളെ താഴോട്ട് വലിക്കുന്നത്. മനസ്സിലാക്കണം. ചില സമയം മാതാപിതാക്കളുമായിട്ട് മക്കൾക്ക് പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ വിവാഹത്തിന് മുമ്പ് അവരും നമ്മളെപ്പോലെ ഓരോ വ്യക്തികളായിരുന്നു. അവരുടെ ജീവിതത്തിലും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങളൊന്നും നടക്കാതെ ഒരു സമയത്ത് എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദം കൊണ്ടോ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷം ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം തടയിട്ട് വെക്കുകയും അതിനുശേഷം അവരുടെ മക്കൾ ഇതേ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ ഇവരുടെ രണ്ട് മാറ്റമുണ്ട്. ഇതിന് പിന്നെ നമുക്ക് ഒരു ശാസ്ത്രീയ വശം ഇവിടെ സംസാരിക്കാം. അത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഇത് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെല്ലാം ജ്യോതിഷത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ശരിയാവുകയില്ല. നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് മനസ്സിലാക്കാം? ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിലുണ്ട് പാരമ്പര്യ സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്ന ജീനുകളാണ്, DNA നമ്മൾ കേട്ടിട്ടുണ്ട്. DNA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മാതാവാകുമെന്നും പറഞ്ഞുകൊണ്ടല്ല ഒരു കുട്ടി ഭൂമിയിലേക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ മാതാവാകുമെന്നും പറഞ്ഞുകൊണ്ടല്ല ഭൂമി ജനിക്കുന്നത്. ഒരു വ്യക്തിയായിട്ട് ഭൂമി വളരാനാണ് ജനിക്കുന്നത്.
അവർ ഒരു വ്യക്തിയുടെ അമ്മയാകാം, കാമുകിയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, ആര് വേണേലും ആകാം. മനസ്സിലാക്കുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പിതാവ് എന്ന രൂപം അവർ സ്വീകരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട വേറെ മറ്റു വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവർ നമ്മൾ ജനിക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല അവർ ജീവിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഈ പ്രായത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സ്വപ്ന ചിന്തകളുണ്ട്, ഇതേ ചിന്തകൾ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. ഇതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിവാഹിതനായ വ്യക്തിയാണ്, വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ ചിലർ വിവാഹത്തിന് ശേഷവും തുടർന്ന് അവരുടെ ലക്ഷ്യങ്ങൾക്കും പിന്നാലെ സ്വപ്നങ്ങൾക്കും പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ചിലർ അവിടെ കൊണ്ട് നിർത്തും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, അവരങ്ങോട്ട് തന്നെ ഒരേ രീതിയിൽ ഒരേ പാതയിൽ മുന്നേറും. നമ്മൾ കണ്ടിട്ടുണ്ട്. ബിസിനസ്സിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിൽക്കുന്നത്, ബിസിനസ് ചെയ്യുന്ന ഭർത്താവിനെ കുറ്റം പറയുന്ന ഭാര്യ ചെയ്യുന്ന ബിസിനസ്സിനെ ഭർത്താവ് കുറ്റം പറയുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്. പുറകോട്ട് വലിക്കുന്നു, മുന്നോട്ട് വലിക്കുന്നു, അങ്ങനെ 1000 കാര്യങ്ങൾ, വ്യക്തിപരമായ തടസ്സങ്ങൾ വരിക, വാക്കുതർക്കങ്ങൾ വരിക, സെൽഫിഷ് മെൻറ്റാലിറ്റി വെച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുക, സ്വാർത്ഥ ചിന്തകൾ, പ്രശ്നങ്ങൾ, വാക്കുതർക്കം, പല കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ മാതാവ് നല്ല വായനാശീലമുള്ളൊരു മാതാവാണെന്ന് കരുതുക. കുട്ടിക്കാലത്ത് ധാരാളമായി വായിക്കുമായിരുന്നു. പക്ഷേ ഏതൊരു കാര്യത്തിനകത്തും അപ്പം വായനാശീലമുള്ള ഒരു മാതാവാണെന്ന് കരുതുക. അപ്പം വായനാശീലമുള്ള മാതാവിന് ഉണ്ടാകുന്ന കുട്ടിക്ക് പിതാവിന് വായനാശീലം ഇല്ലെന്ന് കരുതുക. പക്ഷേ ആരുടെയാണ് പാരമ്പര്യമായ DNA അതുപോലെ ജീനുകളൊക്കെ കൂടി നിൽക്കുന്നതനുസരിച്ച് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അമ്മയുടെ രൂപം വരിക. പുരുഷനാണെങ്കിലും മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മയുടെ രൂപം വരിക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അച്ഛൻ്റെ രൂപം വരിക, മനസ്സിലാക്കുക. വളരെ അധികം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എങ്ങനെയാണ്, പിതാവിൻ്റെ രൂപത്തിലായിരിക്കാം പെൺകുട്ടികൾ ഇരിക്കുക, മാതാവിൻ്റെ രൂപത്തിലാണ് ആൺകുട്ടികൾ ഇരിക്കുക. മിക്ക കുടുംബത്തിലും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. സാധാരണ കുടുംബങ്ങളിലെല്ലാം നമ്മുടെ 2 കുട്ടികളുണ്ടെങ്കിലും 4 കുട്ടികളുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് പിതാവിൻ്റെ രൂപം, വളരെയധികം ഉയരം, പൊക്കം, സ്വഭാവം, ദേഷ്യം, വാശി, തൻ്റെ ഇടം തുടങ്ങിയവയെല്ലാം പുരുഷൻ്റെ രീതിയിൽ തന്നെ. അതിപ്പോൾ ഏത് നക്ഷത്രമാണേലും അവർക്ക് ലഭിക്കുന്നത് തലമുടിയൊരു രൂപം വരെ പിതാവിൻ്റെ രൂപവും, ഭവനത്തിന് അതേ വ്യക്തിക്കുണ്ടായ കുട്ടികളിൽ പുരുഷന്മാരാണെങ്കിൽ സ്വന്തം അമ്മയുടെ രൂപത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ എങ്ങനെയാണ് നമ്മുടെ DNA ഒരു ലെവൽ വരുന്നത്. ഇതിനനുസരിച്ച് അമ്മയുടെ രൂപമാണെങ്കിലും അമ്മയുടെ സ്വഭാവമാവുകയില്ല, അമ്മയുടെ കലാപരമായ കഴിവുകൾ കിട്ടണമെന്നില്ല. പകരം പിതാവിൻ്റെ കലാപരമായ കഴിവുകൾ കിട്ടും. ഇനി മിക്സായിട്ട് കിട്ടുന്നവരുണ്ട്. എങ്ങനെയാണ്, സ്വന്തം അമ്മാവൻ്റെ കലാപരമായ കഴിവുകൾ, ഈ പറയുന്ന കുടുംബത്തിൽ ആരും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ, അമ്മയുടെ അമ്മാവൻ, അതുപോലെ അമ്മയുടെ അനിയൻ, അതുപോലെ അമ്മയുടെ അനിയത്തി, അങ്ങനെയുള്ളവരുടെ രൂപത്തിൽ ജനിക്കുന്ന കുട്ടികൾ. ചില ആളുകൾക്ക് ഇന്നയാളുടെ രൂപം അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ്റെ രൂപം. ഇനി ഇതിന് മുമ്പുള്ള 3 തലമുറയ്ക്ക് മുമ്പുള്ള ആളുകളിൽ നമുക്കറിയത്തില്ല. ആ ആളുകളിൽ ഒരു 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുടെ രൂപത്തിൽ ഒരാൾ ജനിക്കുക, ആ രൂപത്തിൽ ഒരു സ്വഭാവത്തിൽ ജനിക്കുമ്പോഴാണ് ഭവനത്തിൽപ്പെട്ട ഒരു സ്വഭാവമായിട്ടും ബന്ധമില്ലാത്ത, മാച്ച് ചെയ്യാത്ത ഒരു പ്രവൃത്തിയോ കലാപരമായ കഴിവുമായിട്ട് ഒരു കുട്ടി ജനിക്കുന്ന ഒരു കുടുംബത്തിൽ. അവരുടെ പിന്നോട്ടുള്ള ചരിത്രം എടുത്താൽ പോലും കിട്ടത്തില്ല അങ്ങനെ ഒരു കഴിവുമായിട്ട് ഒരു വ്യക്തി ജനിക്കുക. പക്ഷേ ആ കഴിവുകൾ വളരണോ വേണ്ടായോ എന്നുള്ളത് അടിച്ചമർത്തലിൻ്റെ തോത് പോലിരിക്കും. ഒരു പക്ഷേ ആ കുട്ടി വളരെ ശക്തനാണെങ്കിൽ ആ കഴിവുകൾ പുറലോകം അറിയും, ഇല്ലെങ്കിൽ ആ വ്യക്തിയോട് കൂടി തന്നെ അത് മൺമറയും. ഇനി കൂടുതലും വായനാശീലമുള്ള ഒരു മാതാവാണെന്ന് കരുതുക. എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് തന്നെ കുട്ടിക്കും വായനാശീലങ്ങൾ ലഭിച്ചുവെങ്കിൽ പിന്നെ രണ്ടാമത് ട്രെയിൻ ചെയ്യുക. മാതാവ് തന്നെ മുൻകൈ എടുത്ത് ട്രെയിൻ ചെയ്യുക, പിതാവ് തന്നെ മുൻകൈ എടുത്ത് ട്രെയിൻ ചെയ്യുക. ട്രെയിനിങ് കൊടുത്തിലൂടെ പല കലാപരമായ കഴിവുകൾ അഭ്യസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വർക്കാവും. ഇപ്പോൾ കഴിവുകളില്ല എന്ന് കരുതുക. അതായത് ഒരു കുട്ടിക്ക് ഇപ്പോൾ ഞാൻ പറയാം, മാതാവിനെ എഴുതാനും വരയ്ക്കാനും പഠിക്കാനുള്ള കഴിവുകളുണ്ട്, കുട്ടിയെ പഠിപ്പിക്കുന്നില്ല എന്ന് കരുതുക. കുട്ടിയിൽ ഈ ഒരു കഴിവ് ഉണ്ടെങ്കിൽ പോലും ഇത് മറഞ്ഞു കിടക്കുന്ന കഴിവിനെ ആരെങ്കിലും ഉണർത്തുമ്പോൾ ഉണർന്നു വരും. ഇത് റെക്കോർഡാണ്, ശരീരത്തിൽ റെക്കോർഡാണ്. അമ്മയിൽ നിന്നും പിതാവിൽ നിന്നും റെക്കോർഡായ കാര്യം ഉണർത്തിയെടുക്കുകയാണെങ്കിൽ അത് ഉണർന്നു വരുമ്പോൾ ആ കുട്ടി അത് ചെയ്തു കഴിയുമ്പോൾ ആ കുട്ടിയിലേക്ക് ഇത് വളരെ ഫോഴ്സിൽ ഇതാവുകയും മാതാപിതാക്കളേക്കാൾ വേഗതയിൽ കുട്ടികളിലേക്ക് വരികയും ചെയ്യും. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇവിടെയാണ് മെയിൻ കാര്യം വരുന്നത്. പരാജിതരായ മാതാപിതാക്കൾ, അതായത് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ സ്പോർട്സ് മേഖല, സെലിബ്രിറ്റി മേഖല ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് നാടക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ആളുകളുടെ മക്കൾ ചിലപ്പോൾ സെലിബ്രിറ്റി ലെവലിൽ വലിയ പൊസിഷനിൽ എത്താറുണ്ട്. പക്ഷേ
ആ ആ വ്യക്തിയെ പഠിപ്പിച്ച, ഇപ്പം പിതാവ് മുൻകൈ എടുത്തിട്ടാണ് പഠിപ്പിച്ചത്, മാതാവ് മുൻകൈ എടുത്തിട്ടാണ് പഠിപ്പിച്ചതെങ്കിൽ പോലും പിന്നീട് ഒരു വാക്ക് വ്യത്യാസം വന്ന് രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് പോകുന്നതായ കാഴ്ചയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാറുന്ന സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വന്നെന്ന് വരില്ല. അല്ലെങ്കിൽ കുട്ടികൾ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ സ്വായത്തമാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉൾമനസ്സിലെ ഉൾവിളി, എൻ്റെ കാലത്ത് എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന രീതിയിൽ വരുമ്പോൾ അതിന് മുടക്കം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടിയുടെ മാതാവ് പാട്ട് പാടുമെന്ന് കരുതുക. കുട്ടിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് കരുതുക. കുട്ടി വലിയൊരു ഗായികയാവണമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ കുട്ടിയോട് സപ്പോർട്ട് ചെയ്യുന്ന മാതാവ് അത്തരം സ്റ്റേജുകളിലോ കാര്യങ്ങളിലോ കുട്ടിയെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റുള്ള മാതാവും വരും. വേണ്ട, ഇത് മതി, ഇത്രയും മതി എന്ന് വെച്ച് വിലങ്ങുതടിയാകുന്ന മാതാവും വരും. അവിടെ കുട്ടിയുടെ സാമർഥ്യമാണ് പിന്നെ നോക്കേണ്ടത്. അതിനുശേഷം വലിയൊരു ഗായികയായി തീർന്നാലും ആ കുട്ടി മാതാവിനെ മൈൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ മാതാവ് വേണേൽ പറയാം, ഞാനാണ് പഠിപ്പിച്ചത്, ഞാനാണ് പറഞ്ഞു കൊടുത്തത്, എന്നെ ഇപ്പം അറിയില്ല, കണ്ടില്ലേ, കുട്ടികൾ വളർന്ന ശേഷം ഇതിനെ തിരിഞ്ഞു നോക്കിയില്ല, എന്തായിരിക്കും ഇതിനെ പിന്നിലെ ഉള്ളുകളി എന്നുള്ളത് പുറലോകത്തുള്ളവർക്ക് മനസ്സിലാവുകയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ നമ്മളെ പുറകോട്ട് പിടിക്കും. അതുപോലെ തന്നെ നാടകം, മറ്റ് കാര്യങ്ങളിലെല്ലാം അഭിനയിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാതെ വന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ മക്കൾ ചിലപ്പോൾ പെട്ടെന്ന് കലാപരമായ കഴിവുകളിലൂടെ ഉയർന്ന് പെട്ടെന്ന് വലിയ സ്റ്റേജിൽ എത്തുകയും പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ സ്വന്തം കുട്ടികളെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാക്കളാണെങ്കിൽ ആ കുട്ടിക്ക് വളരെ ഭാഗ്യമുണ്ട്. പക്ഷേ ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കുട്ടി ഡൗൺ ആവാം. പിന്നെ അവൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാഹ്യം അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ 40, 45, 50, 60, 70, 75, ചിലപ്പം 80 വയസ്സിൽ പോലും നമുക്കറിയാം വൃദ്ധരായ ആളുകൾ പോലും സെലിബ്രിറ്റികളാകുന്നു. ഏതെല്ലാം റോളുകൾ ചെയ്യുന്നു മനസ്സിലാക്കുക. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. നമുക്ക് സെലിബ്രിറ്റി ലെവലിലേക്ക് പോകണമെങ്കിൽ മാനദണ്ഡങ്ങളില്ല. ചിലർ 40 വയസ്സിന് ശേഷമായിരിക്കാം, 50 വയസ്സിന് ശേഷമായിരിക്കാം. ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സക്കാരായ ആളുകളും വാർദ്ധക്യം ബാധിച്ച ശേഷമായിരിക്കും ഇവർ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടക്കുക. അല്ലെങ്കിൽ മുൻകാലത്ത് ചെയ്തിട്ട് പലതവണ ഫെയിലായി പോയൊരു പ്രവൃത്തി വീണ്ടും ചെയ്യുമ്പോഴായിരിക്കും ഇവർ വിജയിക്കുന്നത്. എന്തുകൊണ്ടാണിത്? സമയമാറ്റമെന്ന് വേണം ഇതിന് പറയാം. ഇങ്ങനെയുള്ള സമയമാറ്റത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജ്യോതിഷപരമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശുക്രദശ, നമ്മൾക്ക് ശനിദോഷമുണ്ടെങ്കിൽ ശനിദോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ഡൗൺ ആയി പോയപ്പോഴാണ് മാതാപിതാക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ പൊരുത്തമുള്ളവരും പൊരുത്തമില്ലാത്തവരും എല്ലാം നമ്മുടെ ശത്രുക്കളായി തീരുന്നത്. ആ സമയത്ത് നമുക്ക് വന്ന ദോഷങ്ങൾ, തളർച്ചകൾ, പരാജയങ്ങൾ, ഈ പരാജയങ്ങളിൽ നമ്മുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും അതിനെ മികവുറ്റ രീതിയിൽ, പുതിയ രീതിയിൽ പ്രവർത്തിച്ച് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വിജയം വരുന്നത്. കുറേ കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ നമ്മുടെ മാനസികമായും ശാരീരികമായും പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ ആളുകളും ഇപ്പം വർഷങ്ങളായിട്ടൊരു ചെറിയൊരു കട നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, ഒരു ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരിക്കാം ഒരാളുടെ പിതാവ്. പക്ഷേ അയാളുടെ കുട്ടികൾ, നമ്മൾ ചെല്ലുന്ന കാലത്ത് ആ പെട്ടിക്കടയിൽ ആ ആളുടെ കുട്ടി ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നു. കുട്ടികൾ വളർന്ന ശേഷം നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടേക്കാം. ഇല്ലെങ്കിലോ ഇതേ രീതി പുറത്തു പോകണേ ആ പിതാവോ മാതാവോ മരിച്ച ശേഷം ആ വ്യക്തി ആ കടയിൽ നിൽപ്പുണ്ട്. ആ കടയ്ക്ക് ചെറിയൊരു മാറ്റം, ചിലപ്പോൾ ഒരു മാറ്റവും വരികയില്ല. ഇതാണ് ആളുകളുടെ വ്യത്യാസം. മറ്റൊരു തൊഴിലിന് വേണ്ടി ആ കുട്ടി ശ്രമിച്ചില്ല, മറ്റൊരു പഠനത്തിന് വേണ്ടി ശ്രമിച്ചില്ല, വിദേശവാസ യോഗത്തിന് ശ്രമിച്ചില്ല. ആ കട അവിടെ ഒതുങ്ങി. അതിനുശേഷം ചിലപ്പോൾ ആ കുട്ടിയുടെ കാലത്ത് വരുമ്പോഴായിരിക്കാം അവിടെ എന്താവണമെന്ന് ചിന്തിക്കുന്നത്. ബിസിനസ് മൈൻഡുള്ള കുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ ഇതും പ്രധാനമാണ്. ഇനി ബിസിനസ് മൈൻഡുള്ള പിതാവാണെങ്കിലും ബിസിനസ് മൈൻഡുള്ള മാതാപിതാക്കളാണെങ്കിലും കുട്ടികൾക്ക് ഈ പറയുന്ന ബുദ്ധി കിട്ടണമെന്നുമില്ല. അപ്പോഴും മനസ്സിലാക്കണം, അവരുടെ DNA ലെവലിൽ എവിടെയൊക്കെയോ മാറ്റങ്ങളുണ്ട്. അവർ പുതിയ വ്യക്തികളാണ്. അങ്ങനെയുള്ള പുതിയ വ്യക്തികൾ മുൻ തലമുറയിലുള്ള ആരവമാണ്. അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് പുനർജന്മമെന്നും പറയാം. മനസ്സിലാക്കുക. ഇതിന് മറ്റൊരു പേരിട്ട് വേണം നമുക്ക് പറയാം, പുനർജന്മം എന്ന് പറയാം. എന്തുകൊണ്ട്? നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ ഒരു ഇമേജ് എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുൻകാലത്ത് 100 വർഷം മുമ്പുണ്ടായിരുന്ന ഒരാളുടെ രൂപമായിട്ട് സാദൃശ്യം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ആരെയും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം ചില രാജകുടുംബങ്ങളിലൊക്കെ ഉണ്ട്, ചില പടങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെ തപ്പിച്ചെല്ലുമ്പോൾ അവരുടെ ബന്ധുക്കളുടെ ബന്ധുക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ആ രൂപം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ചരിത്ര രേഖ അവിടെ ആലേഖനം ചെയ്തിട്ടില്ലെങ്കിലോ ഈ വ്യക്തിയുടെ രൂപം ആരുടെ രൂപമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. പല അത്ഭുതകരമായ സംഭവങ്ങൾ മനസ്സിലാക്കുക, അത്ഭുതകരമായ ആളുകൾ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സെലിബ്രിറ്റിയെ കൂടുതലായിട്ട് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രൂപം മാറും.
നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഏത് ആളെയാണോ നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആ ആളുടെ രൂപത്തിലേക്ക് നമ്മുടെ രൂപം മാറി വരും. മാറി വന്നു കഴിയുമ്പം ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം, ചിലപ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ആ രൂപത്തിൽ തന്നെ ഇരിക്കും. മനസ്സിലാക്കുക. സെലിബ്രിറ്റി ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റി അതായത് പുരുഷൻ്റെ രൂപമല്ല വരിക. അതായത് സ്ത്രീകൾ ഒരു സെലിബ്രിറ്റി ഇഷ്ടപ്പെടുന്നത് സ്ത്രീനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ രൂപത്തിലോട്ട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ, അതുപോലെ ചെറിയ രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ, ജന്മന അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ സ്പീഡിൽ അവർ ആ രൂപത്തിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെട്ട പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ അവരിഷ്ടപ്പെടുന്ന ഒരു മേഖലയിലെ ഒരു സെലിബ്രിറ്റിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രൂപം വളരെ വേഗത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനെയും ഇത് നമുക്ക് പകരുന്നു എന്ന് പറയുന്ന പോലെ ഒരു പകർച്ച പോലെയും ഇങ്ങനൊരു സംഭവം കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. മനസ്സിലാക്കണം. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇവന് ഇന്ന നടൻ്റെ ഷേപ്പായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം അവനെ കണ്ടാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ കാണുമ്പോൾ ഇന്ന നടിയുടെ ഷേപ്പിലായിരുന്നു ഇരുന്നത്, ഇപ്പം കണ്ടോ കോലം. അപ്പം പറയാം പണ്ട് എന്നെ ഇന്ന പേരാ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കാരണം എന്ത്? വിവാഹശേഷവും വാർദ്ധക്യകാലത്ത് ഒരേ രൂപത്തിലിരിക്കുന്നവരുണ്ട്. കാരണം എങ്ങനെയാണ് ആരാധനയുടെ തോത്, എങ്ങനെയാണ് ആ ഒരു ചിന്ത ചിന്തിക്കുന്നത്, അതിനനുസരിച്ച് ചില ആളുകളുടെ ബോഡി മാറും, ചില ആളുകളുടെ ബോഡി മാറത്തില്ല. കളറും മാറില്ല, പൊക്കവും വെക്കത്തില്ല, ഒന്നും വെക്കത്തില്ല. കാരണം അതങ്ങനെ തന്നെയാണ്. അത് ഓരോരോ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആളുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടായ അനുഭവങ്ങൾ. നമുക്ക് വരുന്ന ഭാവി നേരത്തെ കുറിക്കപ്പെട്ടതാണെന്ന് നമ്മൾ കേട്ടിരിക്കും. പക്ഷെ കേൾക്കുമ്പം അത് വെട്ടിത്തരമായിട്ട് പോകും. എങ്ങനെയാണ് എങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വരുന്നത് നോക്കണ്ടല്ലോ, അങ്ങ് നടന്നാൽ പോലെ, എനിക്ക് ഇത്ര വയസ്സ് വരെ ആയുസുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതം അല്പം തിരുത്താവുന്ന രീതിയിലാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ വരുന്ന ചില രക്ഷപ്പെടലായിരിക്കും ചിലപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അതിനോട് പഴഞ്ചൊല്ലാണ് നമ്മൾ പറയുന്നത്, താൻ പാതി ദൈവം പാതി എന്ന് കിട്ടും. പകുതി നമ്മൾ ചെയ്യണം, പകുതി ദൈവം ചെയ്തുകൊണ്ട്. ഇനി നമ്മുടെ പതിവായ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നക്ഷത്രത്തെ വിശകലനം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നക്ഷത്രത്തെ വിശകലനം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ ചിത്ര നക്ഷത്രത്തെ പറ്റിയാണ്. ചിത്ര നക്ഷത്രത്തെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, പൊതുസ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് പുറമെ അവർക്ക് വരുന്ന തൊഴിലുകൾ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് പൊതുസ്വഭാവത്തിൽ പറയുന്നത് മുന്നേറാൻ എടുക്കുമെന്നാണ് പറയുന്നത്. വളരെയധികം ജീവിതത്തിൽ മുന്നോട്ട് പോവുക, എല്ലാ കാര്യങ്ങളും വെട്ടിപ്പിടിച്ച് മുന്നോട്ട് ജയിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സാഹസിക പ്രവർത്തനങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. സാഹസികത കാണിക്കുക, അതുപോലെ തന്നെ ദീർഘവീക്ഷണം, വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആകർഷണമായ സ്വഭാവം, ആർഷമായ കണ്ണുകൾ, ആർഷമായ ചിരി, ആർഷമായ രൂപം തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട ചിലർക്ക് വരും. പക്ഷേ ചിത്ര നക്ഷത്രമുള്ള ഒരാൾക്ക് ഇതുണ്ടെങ്കിലും ചിത്ര നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ഒരാകർഷണതയും അവരുടെ രൂപത്തിൽ ആ വ്യക്തി കാണുകയില്ല, പൊരുത്തമില്ലാത്ത ആളാണെങ്കിൽ. കലകളിൽ താല്പര്യം, കലാപരമായ കഴിവുകളിൽ താല്പര്യമുള്ളവരാണ് ചിത്ര നക്ഷത്രത്തിലുള്ളവർ. പലവിധ കലാകാരങ്ങളുണ്ട്. ചിലർ പാട്ടുപാടും, ചിലർ നൃത്തം കളിക്കും, മേക്കപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനാണ് സ്വയം അണിഞ്ഞൊരുങ്ങാൻ കഴിവുള്ളവർ, സ്വന്തമായി ബ്യൂട്ടീഷ്യൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ, ഹെയർ സ്റ്റൈലിഷ് ആവുക, അങ്ങനെ പല പല ജോലികൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അവർ. ആഡംബര ഭ്രമം ചിലർക്കുണ്ട്. ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും ഒരു സ്വർണ്ണത്തോടല്ല അവർക്ക് ആഡംബര ഭ്രമം ഉള്ളത്. പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾക്ക് ഉണ്ടാക്കിയ ചില വസ്തുക്കളോടാണ് അവർക്ക് ആഡംബരമുള്ളത്. മുത്തുകൊണ്ടുണ്ടാക്കിയ മാല, അത് ഒറിജിനൽ മുത്തല്ല, പ്ലാസ്റ്റിക് മുത്ത്. അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങൾ, സ്വർണ്ണമാലയല്ല, മുത്തുമാല. അതുപോലെ കമ്മലുകളാണ് പ്ലാസ്റ്റിക്കുകൾ, പലരും ഡിസൈൻ പിടിച്ച കമ്മലുകൾ. അതൊക്കെ ഏത് പ്രായത്തിലാണെങ്കിലും അവർ ധരിക്കും. സ്ത്രീ ആണെങ്കിലും ചില പറയും എത്ര പ്രായമായാലും ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനെ മൈൻഡ് ചെയ്യുകയില്ല, അവരത് ഉപയോഗിക്കും. പ്രത്യേകതരം വട്ടപ്പൊട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ ചിത്ര നക്ഷത്രമുള്ള സ്ത്രീകൾ ഉപയോഗിക്കും. പുരുഷന്മാരാണെങ്കിൽ ഇവർ ചെയ്യുന്ന നേരെ ഇലക്ട്രോണിക് വസ്തുക്കളായിരിക്കും വാങ്ങിച്ചു കൂട്ടുന്നത്. പല പല പ്രത്യേക വസ്തുക്കൾ, പ്രത്യേകിച്ച് ആർക്കും ഉപകാരമില്ലാത്ത വസ്തുക്കൾ, ചെറിയ വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും, ചില രൂപങ്ങൾ, ചിലതെല്ലാം പ്രത്യേക പൂന്തോട്ടം പോലുള്ള ചില സാധനങ്ങളൊക്കെ പ്രത്യേകം ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ അടുക്കി വെക്കുക. ചില ഹാർട്ട് പോലത്തെ സൈനുകളൊക്കെ ഉള്ള ചില ഇതുണ്ടല്ലോ, ലവ് ചിഹ്നം പോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക. അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർ ചെയ്യും. ചില പ്രത്യേകതരം ഗ്രീറ്റിംഗ് കാർഡുകൾ മേടിച്ച് കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില സ്റ്റാമ്പുകൾ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ഹോബികളെല്ലാം പുരുഷന്മാർ ചെയ്യും. അവർക്കും അത് ഒരു ആഡംബരം, അലങ്കാരം എന്ന രീതിയിൽ അവർ ചെയ്യും.
ഉത്സാഹമുള്ളവരാണ്. എപ്പോഴും അവർക്ക് സ്ഥിരമായി ഉത്സാഹം നിലനിൽക്കും. അതാണ് അവരുടെ പ്രത്യേകത. എല്ലാ നക്ഷത്രക്കാർക്കും ഉത്സാഹം നിലനിൽക്കാറില്ല. ഉത്സാഹം നിലനിൽക്കാത്ത ആൾക്കാരാണ് അശ്വതിയിലുള്ളവർ, ഭരണിയിലുള്ളവർ. ഒന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഉത്സാഹം ഒന്നും കാണത്തില്ല. വളരെയധികം വിഷമതയായിരിക്കും ശരീരത്തിന് ചിലപ്പോൾ അനുഭവപ്പെടുക. പക്ഷേ ഉത്സാഹം എന്ന് പറയുന്ന സാധനം കിടക്കുമ്പോഴേ ചാടി എഴുന്നേൽക്കും ഉത്സാഹമുള്ളവരാണ് വിശാഖക്കാരും ചിത്രക്കാരും ഒക്കെ. മറ്റു നക്ഷത്രക്കാർക്ക് അതത്ര പോരാ. കാരണം വെച്ചാൽ ഉത്സാഹമൊന്നും വരത്തില്ല, സ്ഥിരമായ ഉത്സാഹം കിട്ടത്തില്ല. തിരുവോണത്തിലുള്ളവർക്കും ഉത്സാഹം കൂടുതലാണ്. എഴുന്നേൽക്കുമ്പോൾ അവർ വളരെ പവർഫുള്ളായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പല നക്ഷത്രക്കാരെ എഴുന്നേൽക്കുമ്പോൾ വളരെയധികം ഉണർന്നു വരാനുള്ള ടൈം വരെ വളരെ ബുദ്ധിമുട്ടാണ്. വിദേശത്ത് ഭാഗ്യങ്ങൾ ചിത്രക്കാർക്ക് കൂടുതലാണ്. വിദേശവാസ യോഗം ഇവർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടെത്തിക്കും. വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഭാഗ്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ വേറൊരു നാട്ടിലേക്ക് വന്ന് അവർ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ കിട്ടും. അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഇവർക്ക് ധൈര്യമുണ്ട്, വാക്ചാതുര്യമുണ്ട്. സംസാരിച്ച ആളുകളെ കീഴടക്കുക. ടെലിവിഷൻ മേഖലകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റി ലെവലിൽ സംസാരിക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മോട്ടിവേഷൻ സ്പീക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ, അതുപോലെ മറ്റ് ഭാഷകൾ പഠിപ്പിക്കാൻ കഴിവുള്ളവർ, അതുപോലെ തന്നെ പല രീതിയിൽ ജ്യോതിഷം, അതുപോലെ നിയമപാലകർ, വക്കീൽ, ജഡ്ജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള നിയമപാലകർ തൊട്ട് ഏത് ജോലികളും വാചക കസർത്ത് കൂടുതലായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ജ്യോതിഷം, മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് താല്പര്യമുള്ളതാണ്. ഉദാരമതികളാണ്. ഉദാരമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായങ്ങൾ ചെയ്യുന്നവർ, കൈ അയച്ച് സഹായങ്ങൾ ചെയ്യും. ജീവിതത്തിൽ കൈ അയച്ച് സഹായങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ അമ്മയിൽ നിന്നും സഹായം ലഭിക്കും. ചിത്ര നക്ഷത്രത്തിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരുടെ അമ്മ അവരെ സഹായിക്കും. എല്ലാ ആളുകളെയും അമ്മമാരെ സഹായിക്കാറില്ല. ഇപ്പോൾ അമ്മമാരുടെ സഹായങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവർ. ഈ 27 നക്ഷത്രത്തിൽ ശത്രു നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിലും അമ്മമാരുടെ സഹായങ്ങൾ അവർക്ക് ലഭിക്കും. പൂർണ്ണമായ ഇതല്ല. രോഹിണി നക്ഷത്രത്തിൽ ഒരു സഹോദരനുണ്ടെങ്കിൽ മിക്കപ്പോഴും അതൊരു തർക്കത്തിലാണ് പോകുന്നത്. അത് ആ സമയത്ത് അമ്മമാർ ചിലപ്പോൾ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളയ വ്യക്തിയോടൊപ്പം ആയിരിക്കാം ചിലപ്പം തിരിയുക. അങ്ങനെയുള്ള ചില ചതി അവസ്ഥകൾ രോഹിണി വരാറുണ്ടെങ്കിലും ഒറ്റക്കുട്ടിയുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. അമ്മമാരിൽ നിന്ന് സഹായം ചെയ്യുക ഏത് നക്ഷത്രത്തിലുള്ളവരാണെങ്കിലും. അപ്പം വിരോധമുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ പോലും ചില ആളുകൾക്ക് പിതാവിൽ നിന്നായിരിക്കും സഹായം. തിരുവാതിരയാണെങ്കിൽ പിതാവിൽ നിന്ന് സഹായം ഉണ്ടാവും, അമ്മയിൽ നിന്ന് സഹായം ഉണ്ടാവില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അമ്മ സപ്പോർട്ട് നിൽക്കുന്നതിലല്ല വരിക, പിതാവിൽ നിന്നായിരിക്കും എല്ലാ സഹായങ്ങളും കിട്ടുക. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് അവർക്ക് സഹായമില്ല. രേവതിയിലാണെങ്കിൽ അവർക്ക് അമ്മയിൽ നിന്ന് സഹായം വരും. പക്ഷേ അത് വിരോധിച്ച നക്ഷത്രമായിക്കോട്ടെ, കുഴപ്പമില്ല, അമ്മയിൽ നിന്ന് സഹായമുണ്ട്. പിന്നെ അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവർക്ക് അമ്മയിൽ നിന്ന് സഹായം വരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന പൊരുത്തം അത് വളരെ കറക്റ്റായിരിക്കണം. കാരണം ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെറ്റർ വരുന്നതുകൊണ്ട് തന്നെ വിരോധിച്ച നക്ഷത്രമാണ് മാതാവെങ്കിൽ തീർച്ചയായും യാതൊരുവിധ സഹായവും കിട്ടത്തില്ല. ഈ പറഞ്ഞ ഒരു ആനുകൂല്യം ലഭിക്കത്തില്ല. തിരുവോണംകാർക്ക് അമ്മയിൽ നിന്ന് സഹായം ലഭിക്കും, ഏത് നക്ഷത്രക്കാരാണ് മനസ്സൊക്കെ. അതുപോലെ തന്നെ ചിത്രക്കാർക്ക് അമ്മയിൽ നിന്ന് സഹായം ലഭിക്കും. പിതാവിന് സഹായം ലഭിക്കുന്നത് വളരെ കുറച്ച് പേര്. അമ്മയിൽ നിന്നും പിതാവിൽ നിന്നും സഹായം ലഭിക്കാത്ത ആളുകളാണ് വിശാഖത്തിലുള്ളവർ. അവർക്ക് രണ്ട് സ്ഥലത്തു നിന്നും ഇപ്പം പൊരുത്തമുള്ളവരാണെങ്കിലും പൊരുത്തമില്ലാത്തവരാണ് സഹായം കിട്ടുക എന്ന് പറയുന്നൊരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള വലിയ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്ത് നടക്കും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ പൊരുത്തമുണ്ടെങ്കിൽ തീർച്ചയായും അതിപ്പോൾ പിതാവിനാണ് പൊരുത്തമെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം പിതാവിന് കിട്ടും. മാതാവിനാണ് പൊരുത്തമെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം മാതാവിന് കിട്ടും. രണ്ടുപേർക്കും പൊരുത്തമുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ ഭാഗ്യവാനാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത പറയാനുള്ളത് ഇവരുടെ ഇപ്പോൾ ഒരു ജോലികൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ജോലികളാണ് നമുക്ക് പിന്നെ നോക്കാം. കുറച്ചുകൂടി നമുക്ക് സ്വഭാവ രീതികൾ പറയാനുണ്ട്. ഇപ്പം ചിത്ര നക്ഷത്രത്തിലുള്ളവർക്ക് മുൻകോപം കൂടുതലാണ്. മുൻകോപം കൂടുതലാവുന്ന 3, 4 പാദക്കാർക്കായി കഴിഞ്ഞപ്പോൾ മേക്കപ്പ് പോലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന 3, 4 പാദത്തിലുള്ളവരാണ്. 1, 2 പാദത്തിലുള്ളവർ കലാകായിക ഫീൽഡിലേക്ക് പോകുമ്പോൾ 2, 3 ഒരു നൃത്തം, സംഗീതം പോലുള്ള കാര്യങ്ങളിലേക്ക് മാറും. 3, 4 ഉള്ളവർ മേക്കപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, വധുവിനെയും വരനെയൊക്കെ ഒരുക്കുന്ന ചടങ്ങുകൾ, കല്യാണത്തിൻ്റെ കേറ്ററിങ്ങുകൾ തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കുക, ഭക്ഷണം മുതലായ കാര്യങ്ങൾ ചെയ്യുക, അറേഞ്ച്മെൻറ്റ് ചെയ്യുക, ഡെക്കറേഷൻ ചെയ്യുക, ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യും. മുൻകോപം കൂടിയ ആളുകളാണ് ഇവരെല്ലാം. ഈ 1, 2 ഭാഗത്തിലുള്ളവരൊക്കെ കൂടുതലും മിതഭാഷികളൊക്കെ ആയതുകൊണ്ട് അവർ മധുരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചില സമയം അവർ മുൻകോപം കാണുകയില്ല. പക്ഷേ 3, 4 തുടങ്ങിയ ആളുകളിൽ ബിസിനസ് മൈൻഡുള്ളവരിൽ തീർച്ചയായും മുൻകോപം കാണും, വാക്കുതർക്കങ്ങൾ ഉണ്ടാകും. വാദിക്കുന്ന സ്വഭാവം അവർ കാണിക്കും. വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങൾ ഉണ്ടാക്കുക, വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുക, വാദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ഒരു കാര്യത്തിൽ പിടിവാശി കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിത്രയിലുള്ള സ്ത്രീക്ക് പുരുഷന്മാരായ സുഹൃത്തുക്കൾ ധാരാളം കാണും, സ്ത്രീകളായ സുഹൃത്തുക്കളും ധാരാളം കാണും. പുരുഷൻ ചിത്രയിലുള്ളതാണെങ്കിൽ സ്ത്രീകളായ സുഹൃത്തുക്കൾ ധാരാളം കാണും, പുരുഷന്മാരായ സുഹൃത്തുക്കളും ധാരാളം കാണും. എല്ലാവരോടും സമനിലയിലായിരിക്കും. അതായത് സമനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വളരെ തോളെ കൈയിട്ടുള്ള രീതിയിൽ ഹാപ്പിയായി നടക്കുന്ന ആളുകളുണ്ടോ ആ രീതിയിലായിരിക്കാം ഇവരുടെ ഫ്രണ്ട്ഷിപ്പുകൾ എപ്പോഴും. ഇത് പലപ്പോഴും മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണകൾ, അപവാദങ്ങൾ, ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള അവസ്ഥ കൂടി ചിത്രക്കാരെ
അനുഭവിക്കേണ്ടി വരും. കാരണം ചില സമയങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ചില കാഴ്ചകളൊന്നും ഉണ്ടായെന്ന് വരികയില്ല. മോശമായ ഒരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും മോശമായ കാര്യങ്ങൾ എളുപ്പം പറഞ്ഞു കേൾക്കാൻ സാധ്യത കൂടുതൽ ചിത്രക്കാർക്ക് ഇത്തരമൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അങ്ങേയറ്റം ആ ഒരു രീതിയിൽ പുരുഷന്മാരുടെ സ്ത്രീകളോടുള്ള ഇടപെടൽ ആ ഒരു രീതിയിൽ വരുമ്പോൾ അവർ ചിലപ്പോൾ സെലിബ്രിറ്റി ലെവലിലാണെങ്കിൽ അനാവശ്യമായ അപവാദങ്ങൾ ചുമ്മാ കേട്ടെന്ന് വരും. അങ്ങനെയുള്ള ഒരു ഇതും കൂടി അവർക്ക് ലൈഫിൽ ചില ഒരു ഭാഗ്യക്കേടായിട്ട് പറയാൻ പറ്റും. ബാക്കി എല്ലാ കാര്യത്തിലും ഇവർക്ക് സന്തോഷിക്കാൻ പറ്റും. ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കും. ആദർശങ്ങൾ ചില യുക്തിവാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവർ ഉറച്ചു നിൽക്കും. അതുപോലെ വിവേകമുള്ളവരാണ്. വിവേകചിന്ത, കൂടുതൽ വിദ്യാഭ്യാസം നേടും. ചിത്തിര നക്ഷത്രത്തിലുള്ളവർ കലാപരമായ അതിൻ്റെ അങ്ങേയറ്റം പഠിക്കും. ജ്യോതിഷം മന്ത്രം പോലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അങ്ങേയറ്റം പഠിക്കും. ഇപ്പം ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവണമെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം അവർ പഠിക്കും. അതിനുള്ള കഴിവ് ചിത്രക്കാർക്കുണ്ട്. ശാസ്ത്രീയമായ കാഴ്ചപ്പാട് അവരെടുക്കും. എല്ലാം യുക്തിക്ക് വിട്ടുകൊടുക്കുകയില്ല, ജ്യോതിഷത്തിന് വിട്ടുകൊടുക്കുകയില്ല. ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, പ്രാക്ടിക്കലായ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം ജീവിതത്തിൽ എടുക്കാൻ ഇവർക്ക് സാധിക്കും. പിന്നെ ചിത്ര നക്ഷത്രത്തിലെ ജോലികൾ നമ്മൾ പറയുകയാണെങ്കിൽ ഭവന നിർമ്മാണം, അതുപോലെ തന്നെ പ്രിൻറ്റിങ് മുതലായ മേഖലകൾ, പബ്ലിഷിംഗ് മേഖലകൾ, പുസ്തകരചന, സാഹിത്യമൊക്കെ പറഞ്ഞത്, എഴുത്ത് മേഖലകൾ, അതുപോലെ ബ്രോക്കറാവുക, ഇടനിലക്കാരനാവുക, കമ്മീഷൻ വാങ്ങിയുള്ള ചില ജോലികൾ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും നിയമപാലകരായി ചെയ്യുക, വ്യാപാരങ്ങൾ ചെയ്യുക, ഫാക്ടറി മുതലായ കാര്യങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് നിൽക്കുക, വൈദ്യുതി ഇടപാടുകൾ ചെയ്യുക, വൈദ്യുതികളെ ബന്ധമുള്ള ജോലികൾ ചിലപ്പോൾ മെക്കാനിക്കാവാം, അല്ലെങ്കിൽ വൈദ്യുതിയുള്ള ബന്ധമുള്ള ജോലികൾ സർക്കാർ ഇതര ജോലികൾ ചെയ്യാം, മെക്കാനിക്കാവാം. കായിക രംഗമുണ്ട്, കലാ നൃത്ത മേഖലകളുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാവാം, പുരുഷനാണെങ്കിലും ഡാൻസറാവും. പിന്നെ മേക്കപ്പ് മുതലായ കാര്യങ്ങൾ 3-4 ഭാഗത്തുള്ളവർ മേക്കപ്പ് ചെയ്യും. പുരുഷനാണെങ്കിലും മേക്കപ്പ് സാധാരണ മുടിവെട്ടുകട പോലുള്ള കടകൾ പോലെ നടത്തുന്നത് അനുസരിച്ച് ചിത്രയിലുള്ള ആളുകൾ തുടക്കക്കാരാണ്. നമുക്കറിയാം പുരുഷന്മാരാണ് സ്ത്രീകളാണ് ചെറിയ രീതിയിൽ തലയിൽ ഡെക്കറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും വലിയ ഭംഗിയിലല്ലോ ഒരു മനുഷ്യനെ സുന്ദരനാക്കാനായിട്ടാണല്ലോ നമ്മൾ മുടി അടക്കം വെട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ സാധാരണ ഒരു മുടിവെട്ട് കട നടത്തുന്ന അവരെ വ്യക്തി പോലും ചിത്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം പലപ്പോഴും നൽകുന്നത്. പിന്നെ ഗ്രാഫിക്സ് ഇവർക്ക് ഇഷ്ടമാണ്, വ്യാപാരം ഇഷ്ടമാണ്, മതപ്രവർത്തനം ഇഷ്ടമാണ്. മതപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ജോഷം പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്, മതപരമായ പ്രവർത്തനങ്ങൾ ഇവർക്ക്, ശാസ്ത്ര വിഷയങ്ങൾ ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണ്, ഡോക്ടർ ആവാൻ ഇവർക്ക് ഇഷ്ടമാണ്. അതിലൊക്കെ അവർ അങ്ങേയറ്റം പഠിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അത്തം നക്ഷത്രത്തെ പറ്റിയാണ്. അത്തം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഞാൻ നേരത്തെ പൊതുസ്വഭാവത്തിൽ പറഞ്ഞിരുന്നു. അത്തം നക്ഷത്രം വളരെ വിനയമുള്ള നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. വിനയപരമായ സ്വഭാവമാണ് ഇവർക്ക്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ ചൂഷണം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അത്തവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് ഇവരുടെ മുന്നിൽ വരുന്നതെങ്കിൽ തീർച്ചയായും വാക്കുതർക്കങ്ങൾ, വഴക്ക് തുടങ്ങിയവ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രവുമാണ് അത്തം. വളരെ സമാധാനപ്രിയരും വളരെ നിരുപദ്രവകാരികളാണ് ഇവർ. പക്ഷേ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളായ അശ്വതി പോലുള്ള നക്ഷത്രങ്ങൾ അത്തത്തിൻ്റെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും വാക്കുതർക്കങ്ങളും, വഴക്കുകളും, കുറ്റങ്ങളും, കുറവുകളും, ഏഷണികളും തുടങ്ങിയവ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ഒരു കയ്യാങ്കളി അല്ലെങ്കിൽ വാക്കുതർക്കം പോലുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന രീതിയിലുള്ള അവസ്ഥകൾ സംജാതമാവാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ അശ്വതി നക്ഷത്രത്തോട് ചിലപ്പോൾ ഒരു വഴക്ക് വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തങ്കാരെ ചിലപ്പോൾ ആളുകൾ ഓർക്കും ഇയാൾ ഇത്രയും ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? പൊരുത്തമില്ലാത്തതുകൊണ്ടാണ് ആ വ്യക്തി കലിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് ഒരു അത്തത്തിന് അറിവ് വളരെ കൂടുതലാണ്, ബുദ്ധിശക്തി കൂടുതലാണ്, അതുപോലെ തന്നെ വിശകലന ശക്തി കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർ ഏതൊരു കാര്യത്തിനും അന്വേഷണ ബുദ്ധിയുണ്ട്. അതായത് ഒരു കാര്യം എവിടെ കിട്ടും അതവർക്കറിയാം, അതവർ ചോദിച്ച് മനസ്സിലാക്കും. എല്ലാ ആളുകളും അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അറിയത്തില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കും, പിന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു തേടിപ്പോക്കില്ല. അങ്ങനെയാണ്. അറിയാവുന്ന ആരെങ്കിലും ചെയ്തു തരട്ടെ, അവിടം വരയ്ക്ക് എന്തിനാണ് നമ്മൾ പോണേ, പിന്നെയാവാം എന്ന് വെക്കുന്ന ആളുകളാണെങ്കിൽ അത്തം എന്താണ്, സ്ത്രീയാണേലും പുരുഷനാണേലും ബസ് കയറിയോ വാഹനങ്ങളിൽ കയറിയോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല വാഹനം ഓടിച്ചോ ആ സ്ഥലത്ത് ചെന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് നടത്തിയെടുക്കും. അതിന് സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ സഹായം വേണ്ട, പുരുഷനാണെങ്കിൽ ഭാര്യയുടെ സഹായമോ ബന്ധുക്കളുടെ സഹായമോ കൂട്ടുകാരുടെ സഹായമോ അവർക്ക് ആവശ്യമില്ല. പിന്നെ അത്തത്തെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ജീവിതത്തിലെ രഹസ്യങ്ങൾ, അവരുടെ സ്വന്തം കാര്യങ്ങൾ മറച്ചു വെക്കുകയും പിന്നെ വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് ഫ്ലാഷ് ആക്കുക. അതായത് ഭർത്താവ് ചെയ്ത കാര്യം, സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, അമ്മായിമ്മയുടെ കാര്യങ്ങൾ, അവരെങ്ങനെയാണ് ഇങ്ങനെ ശല്യപ്പെടുത്തി തുടങ്ങിയ കഥകൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് ആ ഒരു മീഡിയ വഴി, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്ന അയൽവക്കക്കാരോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിർത്തിക്കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുൻകാലത്ത് ചെയ്ത തെറ്റ് കുറ്റങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങളും എല്ലാം അത്തം ചെയ്യും. കാരണം
പുരുഷനാണെങ്കിൽ ഭാര്യയെ പറ്റിയുള്ള കുറ്റങ്ങൾ ഒരു പരിചയമില്ലാത്തവരും 10 മനുഷ്യനെ ശ്രദ്ധിക്കുന്നു എന്ന് നോക്കാതെ പോലും ചിലപ്പോൾ ഫോൺ എടുത്ത് വരെ സംസാരിച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞെന്ന് വരാം. അതുപോലെ തന്നെ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം വിളിച്ചു പറയാവുന്ന ഒരു സ്വഭാവം അത്തം നക്ഷത്രത്തിൽപ്പെട്ടവർ കാണിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിൽ കൂടുതൽ കാര്യങ്ങൾ അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. അതൊക്കെ ആരോടെങ്കിലും ഒക്കെ അവർക്ക് പറയണം. അതുകൊണ്ടാണ് അങ്ങനത്തെ രീതി. പിന്നെ അന്വേഷണ ബുദ്ധി എന്ന് ഞാൻ പറഞ്ഞു. അന്വേഷിച്ചവർ പല കാര്യങ്ങളും കണ്ടെത്തുമെന്ന് പറഞ്ഞു. പല കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ട്. ധൈര്യമെന്നും പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യപ്പെടുന്നോ വയലൻ്റ് ആവുന്നോ ക്യാരക്ടറുകളല്ല. ദേഷ്യപ്പെടുകയോ ഒച്ച വെക്കുകയോ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന നക്ഷത്രക്കാരല്ല അത്തം. സമാധാനപരമായി സ്വസ്ഥപരമായി ശാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത്തം. പക്ഷെ ഇവർക്ക് വേണ്ട ശാന്തത എവിടുന്നും കിട്ടാറില്ല. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി ഉയർച്ച വരുന്നു, താഴ്ച വരുന്നു, സാമ്പത്തിക ഉയർച്ച വരുന്നു, താഴ്ച വരുന്നു. സ്വന്തമായി ഇവർക്ക് സ്വത്ത് കിട്ടും, ഇവർക്ക് സാമ്പത്തിക യോഗമുണ്ട്. എങ്കിലും ഇവർ ജോലിക്ക് പോകും. ചില ആളുകൾ ജോലിക്ക് പോവുകയില്ല. പുരുഷന്മാർ ചില ആളുകൾ ജോലിക്ക് പോവുകയില്ല. അവർ ബിസിനസ്സാണ് ഇവർക്ക് ഇഷ്ടം. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ യാതൊരുവിധ ലാഭത്തിൻ്റെ ഒരു സന്തോഷവും ഇവർക്ക് ലഭിക്കാതെ ഇവരുടെ ജീവിതത്തിൽ ഇവർ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. സ്ത്രീകളാണെങ്കിലും ജോലിക്ക് പോകും. പക്ഷേ ഇവർക്ക് ജോലിക്ക് പോയാലും വലിയൊരു ഭൂസ്വത്ത് ലഭിക്കും. സ്വന്തം മക്കളിൽ നിന്ന് ഇവർക്ക് ഐശ്വര്യവും ഗുണങ്ങളും ഒക്കെ ലഭിക്കും. അത്തത്തിൻ്റെ മെയിൻ പ്രത്യേകതയാണ്. പക്ഷേ എങ്കിലും ഇവർക്ക് പുറലോക സഞ്ചാരമൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്. കലാപരമായ പ്രവർത്തനങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. പല പ്രവർത്തനങ്ങളും ഇഷ്ടമാണ്. ആകർഷമായ വ്യക്തിത്വമുള്ളവരാണ്. ആകർഷമായ സൗന്ദര്യമുള്ളവരുണ്ട്, സൗന്ദര്യമില്ലാത്തവരുണ്ട്, ഇടത്തരക്കാരുണ്ട്, ഉയരമില്ലാത്തവരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും ആകർഷകമായ വ്യക്തിത്വമാണ്. പൊരുത്തമുള്ളവരോട് മാത്രം. പൊരുത്തമില്ലാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ പറയണ്ട. പിന്നെ ശാന്ത സ്വഭാവമാണ്. ആത്മനിയന്ത്രണമുള്ളവരാണ്. ചില സമയങ്ങളിൽ പരമ്പരാഗത നോക്കിയിട്ടേ ഇവർ സംസാരിക്കും. ചില സമയങ്ങളിൽ യാതൊന്നും നോക്കാതെ ഇവർ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ഇവർ പൊരുത്തമുള്ള നക്ഷത്രക്കാരാണോ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണോ എന്നുള്ളൊരു പ്രശ്നമോ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് വേണ്ട സാധനം ഇവർ വന്ന് ചോദിച്ചു പോകും. ഇപ്പോൾ ഇവരായിട്ടൊരു വഴക്ക് നടന്നു എന്ന് കരുതുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവരെന്തെങ്കിലും മേടിക്കുന്നുണ്ടെന്ന് കരുതുക. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ ഒരു കിണറുണ്ടെന്ന് കരുതുക. ഈ കിണർ നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ അടുത്തുനിന്ന് അവർ വെള്ളം കോരുന്നതെന്ന് കരുതുക. നമ്മുടെ വീട്ടിൽ വരുന്ന വ്യക്തിയാണ് അത്തം നക്ഷത്രത്തിൽ പെട്ടെന്ന് കരുതുക. നമ്മളല്ല. ഈ കഥയിൽ ഇപ്പം ഞാൻ പറയുന്നൊരു സംഭവത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾ, അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആൾ വെള്ളം കോരാൻ വരുന്നത് കരുതുക. ഒരു ദിവസം നമ്മളുമായിട്ട് വാക്കേറ്റം ഉണ്ടായി എന്ന് കരുതുക. വാക്കേറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, എല്ലാവർക്കും നിത്യസംഭവമുള്ള ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ വാക്കേറ്റം ഉണ്ടായ ശേഷം നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നിലയിൽ ആ വീട്ടിൽ പിന്നെ പോവുകയില്ല. അറിയാമല്ലോ, പിന്നെ പോവുകയില്ല. അടുത്തൊരു വീട് കണ്ടുപിടിക്കുകയോ വേറെ എന്തെങ്കിലും മാർഗം. ഇനി അഭിമാനമുണ്ടെങ്കിൽ പലരും പോവുകയില്ല. ആ ഒരു വീട്ടിൽ പോയി കോരണ്ട. അവരോട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരും പറയും ഇനി ഈ കോമ്പൗണ്ടിൽ കയറി പോകരുതെന്ന് പറയും. പിന്നെ അവർ മറ്റൊരു ബുദ്ധിമുട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ടും അടുത്ത വീടുകളിൽ പോയി കോരും. പക്ഷേ അത്തത്തിലുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച പണങ്ങി ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ കയറി വരും. ചിലപ്പോൾ ഒന്ന് രഹസ്യമായിട്ട് പോരും. ഒരു വാക്കറ്റം ഉണ്ടാകും, കുറച്ച് വളരെ സോപ്പിട്ട് സമാധാനിപ്പിച്ച് അവസാനം ആ വീട്ടുകാർ അവർ കോരിക്കൊണ്ട് പോക്കണ്ട, സാരമില്ല, നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്ന രീതിയിലേക്ക് മാറും. ഇത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ, മരത്തിൽ നിന്ന് പൊഴിയുന്ന മാങ്ങ, ചക്ക, പ്ലാവിൽ നിന്ന് വരുന്ന ചക്ക തുടങ്ങി മാങ്ങ, അതുപോലെ മാവിൽ നിന്ന് വരുന്ന മാങ്ങ, അവിടെ സകല സാധനം, ഫലവൃക്ഷങ്ങൾ, പുല്ലരിയാനാണ് വരുന്നതെങ്കിൽ, വെള്ളം കോരാനാണ് വരുന്നതെങ്കിൽ അത്തത്തിലുള്ളവർ അത് വന്ന് മേടിച്ചുകൊണ്ട് പോകും. വഴക്കുണ്ടായാലും വഴക്ക് പിടിച്ച് ആളോട് വന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകും. അതിനുള്ള ധൈര്യം അത്തത്തിന് മാത്രമേ. ഒട്ടുമിക്ക ആൾക്കാരും ഈ പറയുന്ന പ്രവൃത്തി ചെയ്തില്ല. അതുപോലെ തന്നെ പ്രതാപം, പദവി തുടങ്ങിയവർക്ക് ഇവർക്ക് കിട്ടും. പദവിയും പ്രതാപവും എങ്ങനെ കിട്ടും? ഇവർക്ക് ചിലപ്പോൾ നല്ല നിലയിലുള്ള ജോലികൾ കിട്ടും, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇവർക്ക് ചിലപ്പോൾ ശോഭിക്കാൻ പറ്റും. പക്ഷേ ഉയർച്ചയും താഴ്ചയും ഞാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നാശം വന്നിട്ട് ജോലിയിൽ ഏറ്റവും താഴെയുള്ള ജോലിയിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ആ ജോലിയിലേക്ക് തുടരും. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളെന്ന് കരുതുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഫീൽഡ് വിട്ട് വേറെ എന്തെങ്കിലും ജോലിയിൽ പോയി, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഫീൽഡിലേക്ക് പോകും. അധ്യാപകരായിട്ടുണ്ട്. അപ്പോൾ അധ്യാപനമാണെങ്കിൽ കുറച്ച് കാലം അധ്യാപനം വിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിരുന്നു, ഏതെങ്കിലും കടയിൽ കയറി. ഇപ്പോൾ സെയിൽസ്മാനോ ഗേളായിട്ട് നിന്നു കുറച്ച് കാലം വീണ്ടും അധ്യാപകരായിട്ട് വരും. അപ്പോൾ പിന്നെ അവർക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ നോക്കും. കുറച്ച് കാലം വീട്ടിൽ ട്യൂഷൻ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിർത്തി. അത് കഴിയുമ്പോൾ എന്തെങ്കിലും അവർക്ക് പഠിക്കാൻ പോകണമെന്ന് തോന്നി അവർ പഠിക്കാം. ഇങ്ങനെയുള്ള പ്രത്യേക സ്വഭാവങ്ങൾ അത്തത്തിൽപ്പെട്ടവർ കാണിക്കാറുണ്ട്. പിന്നെ സ്വന്തം കുട്ടികളെ ഓർത്ത് ചെറിയ സങ്കടങ്ങൾ, പെൺകുട്ടികളെ വെച്ചിട്ടില്ല. ഒരു പെൺകുട്ടി ഒരാൺകുട്ടി എന്ന നിലയിലാണ് സാധാരണ അത്തത്തിലുള്ള ആളുകൾക്കൊക്കെ ജനിക്കുക. അങ്ങനെയുള്ളത് കൂടുതലാണ്. അപ്പം അവർ ആൺകുട്ടി അവർ കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോൾ പുരുഷൻ അത്തത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ കുട്ടി ഏത് നക്ഷത്രപ്പെട്ട ആളായിക്കോട്ടെ
ആൺകുട്ടി ഒരു പെൺകുട്ടി, സ്ത്രീ അത്തത്തിലുള്ളതാണെങ്കിൽ ആൺകുട്ടി ഒരു പെൺകുട്ടി. പക്ഷേ ഈ ആൺകുട്ടികളെ കൂടുതൽ ഇവരെ പ്രതീക്ഷയോടെ വളർത്തിയാലും പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 27 നക്ഷത്രത്തിൽപ്പെട്ട ആളിന് അത്തത്ത് നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്ക് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അത് 7 നക്ഷത്രത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന ചില പ്രവർത്തികൾ, ഒരു പഠിത്തം പൂർത്തീകരിച്ച ഒരു കൗമാര ദശയിലെത്തുമ്പോൾ ഈ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ അത്തത്തിൽപ്പെട്ട ആളുടെ സംരക്ഷണത്തിൽ തന്നെയാണ് ഈ കുട്ടി വളരുന്നത്, ചിലവരാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ, സ്കൂളിലെ മറ്റു കാര്യങ്ങൾ, പണം കൈകാര്യം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറവി കാണിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതായിട്ടും പല ആളുകളുടെയും വാക്കുകൾ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകൾ, മക്കളെ വളർത്തുന്നതിനെ പറ്റി ചില ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുന്നത് കേട്ട് ദേഷ്യം പിടിച്ച് വീടിനുള്ളിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഉള്ള സാധ്യത അത്തം നഷ്ടപ്പെട്ട ആൾക്ക് വിവാഹത്തിന് ശേഷം, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ വിവാഹത്തിന് ശേഷം അവരനുഭവിക്കേണ്ടായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു കാര്യത്തിൽ വളരെയധികം ജാഗ്രതയോടുകൂടി ഇത് ഞങ്ങളുടെ അനുഭവമാണെന്ന് മനസ്സിലാക്കി കുട്ടികളോട് കൃത്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ സംസാരിച്ച് പെരുമാറുക, അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുക. ആത്മനിയന്ത്രണം അവിടെ എടുക്കുക. പദവിയും പ്രതാപവും ഓർക്കൊണ്ട് വാക്ചാതുര്യമുണ്ട്, സംസാരിച്ചവർ ആളെ കയ്യിലെടുക്കും. 27 നക്ഷത്രപ്പെട്ട ആളുകളോടാണെങ്കിലും ഇവരുടെ പെരുമാറ്റം വളരെ വ്യത്യസ്തമായിരിക്കും. പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളിൽ അശ്വതി വരുമ്പോൾ മാത്രമാണ് ഇവരിൽ പെട്ടെന്ന് കോപമുണ്ടാവുക. അല്ലാത്ത വരുന്ന നക്ഷത്രങ്ങളിൽ പൊരുത്തമില്ലാത്തവരോട് വരുമ്പോൾ അത്ര കോപങ്ങൾ ഇവരിൽ വരാറില്ല. ഒരുപക്ഷെ കാണാത്ത മട്ടിൽ നിന്നേക്കാം, അല്ലാതെ നേരിട്ടൊരു തർക്കമോ വഴക്കോ ഉണ്ടാകാറില്ല. പൂരാടം, രേവതി തുടങ്ങിയ നക്ഷത്രക്കാരുമായിട്ട് അത്തത്തിന് വളരെയധികം പൊരുത്തമുണ്ട്. പക്ഷേ വാക്കുതർക്കങ്ങൾ നടക്കുന്ന ഒരു ചില സംഭവങ്ങൾ വന്നെങ്കിൽ പോലും വീണ്ടും അവർ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടി കൂട്ടുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ ഇവരെ എല്ലാവരും പറ്റിക്കുകയും ചൂഷണം ചെയ്യുകയും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തിരുവാതിര നക്ഷത്രവുമായിട്ട് പൊരുത്തമുണ്ട്. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ തിരുവാതിരയുള്ള ഒരു ഭാര്യയാണ് അത്ത നക്ഷത്രത്തിലുള്ള ഭർത്താവാണെങ്കിൽ തിരുവാതിരയിലുള്ള ആൾ വളരെയധികം കോപിക്കുമ്പോൾ ഏറ്റവും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളാണ് അത്തത്തിലെ ആൾ. ഒരു റിയാക്ഷനും ഉണ്ടാവുകയില്ല. അത് വളരെയധികം ഇത്രയ്ക്ക് പാപമാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ആ വ്യക്തി. അതുപോലെ തന്നെ തിരുവാതിരപ്പെടുന്ന പുരുഷനാണ്, ഭാര്യയാണ് അത്തമെങ്കിൽ അത്തത്തിലുള്ള ആളെ എത്ര പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വന്നാലും അവർ സൈലൻ്റ് ആയിട്ടിരിക്കും. പകരം വേറെ ഏതെങ്കിലും നക്ഷത്രമാണെങ്കിൽ, ഇപ്പോൾ അശ്വതിയായിട്ട് ജോയിൻ്റ് ആവുകയില്ല. ഇപ്പം രേവതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നക്ഷത്രമോ ഒക്കെയാണ് ഭർത്താവോ ഭാര്യയായിട്ട് വരുന്നതെങ്കിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ വാക്കുതർക്കങ്ങൾ അല്പം വലുതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏത് നക്ഷത്രത്തിൽ ഉള്ളവരാണെങ്കിലും കൂടെയുള്ള പങ്കാളിയെയോ മറ്റു ബന്ധുക്കളെയോ ഒക്കെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ചില സമയങ്ങളിൽ ഇവർ പരിസരം നോക്കാതെ സംസാരിക്കുകയോ ആളും തരവും നോക്കാതെ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയോ സ്വന്തം ചേരാത്ത നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ കേൾക്കുമെന്ന് പോലും ചിന്തിക്കാതെ വിളിച്ചു പറയുകയോ ഒക്കെ ഇവർ ചെയ്യും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവർക്ക് പ്രധാനമായും വരുന്ന ജോലികൾ അധ്യാപകരാവുക, വ്യാപാരം ചെയ്യുക, രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക, കലാപരമായ കഴിവുകൾ ചെയ്യുക, ഈ കൊറിയർ സർവീസ്, പാഴ്സൽ, തപാൽ വകുപ്പുകൾ പോലുള്ള ജോലി ചെയ്യുക, ഷിപ്പിംഗ് പോലായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുക, കെട്ടിട നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും. കൂടുതലും ഇവർക്ക് ബിസിനസ് മൈൻഡ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പം അധ്യാപക വൃത്തിയോ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അവിചാരിതമായി ഡോക്ടേഴ്സ് ആവാനുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. കൂടുതൽ സംസാരിച്ച് ആളുകളെ വരുതിയിലെത്തിക്കുന്ന ഒരു പ്രവൃത്തി ഇവർക്ക് കൂടുതലുണ്ട്. ഒരു ജനക്കൂട്ടത്തെ ഭരിക്കുക. ഇപ്പോൾ അധ്യാപകരാണെങ്കിലും ഒരു ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും ഒരു കൂട്ടം ജനത്തിന് നടുക്ക് നായക സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ജോലികളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മോട്ടിവേഷൻ സന്ദേശം കൂടി നമ്മൾ സംസാരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പോയ കാലത്തിലേക്ക് നമുക്കൊരു തിരിച്ചുപോക്ക് നടക്കുകയില്ല. വരാൻ പോകുന്ന കാലത്തിലേക്ക് പോകാനും നമുക്ക് വായിക്കുകയില്ല. മുൻകാല വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകിപ്പോയി. വരാൻ പോകുന്ന കാലം എന്താണ്, ഭാവി എന്താണെന്ന് നമുക്ക് യാതൊരു വിധത്തിലും കൂട്ടിയെടുക്കാൻ പറ്റിയില്ല. ജ്യോതിഷം, അസ്ട്രോളജി ഒക്കെ അതിനൊക്കെ ഉള്ളതാണെങ്കിലും പൂർണ്ണമായിട്ടും അടുത്ത സെക്കൻഡ് എന്ത് നടക്കുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് വർത്തമാനകാലമാണ്. മനസ്സിലായോ? ഇപ്പോഴത്തെ ഈ പ്രസൻ്റായ ഒരു മൂവ്മെൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ പ്രസൻ്റായ മൂവ്മെൻറ്റിനെ മാക്സിമം നമ്മൾ പ്രസൻ്റായ മൊമെൻറ്റ്, അപ്പം മൊമെൻറ്റിനെ നമ്മൾ തീർച്ചയായും നമ്മൾ ആസ്വദിക്കുക. ജീവിതത്തിൽ ഈ വർത്തമാന കാലത്തെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കൊണ്ടുപോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പുറകോട്ടോ മുന്നോട്ടോ നമുക്ക്
സഞ്ചരിക്കാൻ പറ്റുകയില്ല. ഈ ഒരു വർത്തമാന കാലത്ത് നിലകൊള്ളുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയോ ചിന്തിച്ചോ വിഷമിക്കാതെ നമ്മൾ ഈ ഒരു വർത്തമാന കാലത്തെ മാത്രം ആസ്വദിച്ച് നമ്മൾ മാക്സിമം മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. താങ്ക് യു.